ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞാനും മമ്മിയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഞാനും മമ്മിയും കൂടെ മമ്മയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ വീടിന്റെ ഹൗസ് വാമിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥലം വന്നിട്ട് നമ്മുടെ തൃശ്ശൂര് കുറച്ചധികം പോകണം, മറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടുണ്ട്. അത് കാരണം ഞങ്ങളൊരു കടയിൽ കയറി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഗൈസ്, നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ പോവുകയാണ്. ഞാനും മമ്മിയും കൂടി ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് മമ്മിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകണമെന്ന്. അപ്പം ഞാനിപ്പോൾ 10th ആയതുകൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പം 10th ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം. അതുവഴി എനിക്ക് കൊറിയയ്ക്ക് പോകണം. അപ്പം ഞാനിവിടെ മഴ വേഗം മറ്റൊരു ദിവസം വന്നാൽ മതി എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. മഴ പോവാമോ അറിയില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. ഗുരുവായൂരാണ് സ്ഥലം. അവിടെ എത്തണം. അപ്പോൾ മഴ പെയ്യല്ലേന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടാ നോക്കിയേ, മഴ നോക്കിയൊന്ന് മഴയെ വെക്കുമ്പോൾ മറ്റൊരു ദിവസം വന്നാൽ മതി എന്നുള്ള പാട്ട് കേട്ട് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ പാട്ട് ട്രൈ ചെയ്യുക. മഴ വേഗം മറ്റൊരു ദിവസം വന്നാൽ മതി. നമ്മുടെ ഡോറ ബുച്ചിയുടെ പാട്ടാണ്. ഡോറ ബുച്ചിയുടെ പാട്ട്. അപ്പോൾ അതിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മഴ വേഗം പോകുന്നുള്ള പാട്ട് പാടി നോക്കുക. നമ്മുടെ ഡോറ മഴ പാട്ടാണ്. അപ്പോൾ മഴ പക്ഷെ ഇപ്പോൾ കുട്ടികളൊന്നും അതൊന്നും കാണില്ല. അതൊക്കെ പിന്നെ ഡോറ ബുച്ചൊക്കെ കഴിഞ്ഞതൊക്കെ തോന്നുന്നു. ഇപ്പൊ ഞങ്ങൾ അറിയാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മഴ എന്നുള്ള പാട്ട് കാര്യമില്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം മഴ തുടങ്ങി ഗൈസ്. ഇതാണ് മഴ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ തൃശ്ശൂർ സൂവിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. നല്ല മഴയില്ല, ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തു. അപ്പം മമ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ അത്ര ദൂരം വണ്ടി ഓടിച്ച് പോകണം, കുറേ ദൂരം ഇല്ലേ, അപ്പോൾ അവിടെ വരെ വണ്ടി ഓടിച്ച് പോകണം, അപ്പോൾ ഗിഫ്റ്റ് നനയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മ. ഇതെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, മറച്ച് വെക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് മറച്ച് വെക്കാം. ഇങ്ങനെ പിടിച്ചിട്ടാ? മറച്ച് വെക്കേ. കെട്ടൊന്നും വേണ്ട, അത് നോക്കട്ടെ. സമയം 12:10. ഞാൻ വീട്ടിൽ പറയുന്നു നമ്മുടെ മഴ വേഗം എന്നുള്ളത്. കാരണം കണ്ടോ, വെയില് വന്നത് കണ്ടോ, വെയിലാണിത്. വെറുതെ ഒരു മഴ പെയ്ത് അങ്ങനെ തന്നെ വെയിൽ വന്നു. നല്ല കാര്യം. നമ്മൾ കോട്ടിട്ടു, കുട്ടികളെ കോട്ടിട്ടു. നമ്മുടെ ശോഭാസിറ്റി എത്തിയിട്ടാ. ശോഭാസിറ്റിയുടെ ആ ഒരു ഭാഗത്ത് ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകണം. അങ്ങനെ കഴിച്ച് നമ്മൾ മറ്റം ഭാഗം എത്താറായി. നല്ല രസമാണ് കേട്ടോ ആ പോകുന്ന വഴിയൊക്കെ കാണാൻ. അപ്പുറത്ത് ഇങ്ങനെ ഒന്നില്ലേ പുഴയായിരിക്കും, അങ്ങനെ നല്ല രസമാണ്. ഒന്നില്ലേ പാടായിരിക്കും. നല്ല രസമാണ് കഴിച്ച് ഇങ്ങനെ ആ ഒരു പോകുന്ന വഴി കാണാൻ. വഴിയുടെ അപ്പുറത്തും പാടം അല്ലെങ്കിൽ പുഴ അങ്ങനെയായിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഈ പാടമൊക്കെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഇറങ്ങി ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് തിരിച്ചു വരുമ്പം ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കാവുന്നതാണ്, വീഡിയോസൊക്കെ. കണ്ടോ ഗൈസ്, നല്ല വഴിയോട് കണ്ടോ. ഇവിടെ നിന്ന് ട്രെയിൻ കയറാലോ. അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു, വിജയകരമായി എത്തിയിരിക്കുന്നു. നല്ല രസമുണ്ടല്ലോ ഫ്രണ്ടിൽ. അങ്ങനെ കഴിച്ച് നമ്മളവിടെ എത്തി. അപ്പോൾ ആൻറ്റിയുടെ പേര് ദിവ്യ എന്നാണ്. അപ്പോൾ ഇതാണ് ദിവ്യ ആൻറ്റിയുടെ വീട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ ഗസ്റ്റുകളൊക്കെ വന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. കൂടുതൽ കുട്ടി പട്ടാളങ്ങളാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം എന്നെ കണ്ടപ്പം അവർക്കൊക്കെ സന്തോഷമായി ഗൈസ്. നമ്മളിവിടെ എത്തി, പക്ഷെ ഭയങ്കര തിരക്കാണ് ഗൈസ്. നിറച്ച ആൾക്കാരാണ്. അപ്പോൾ വേഗം ഞങ്ങൾ ഇവിടെ മുകളിൽ വന്ന് ഒതുങ്ങി നിൽക്കാണ്. നീ വീഡിയോ കാണാറുണ്ടോ?
കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് ടി വി കണ്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഗൈസ് ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയും ചിക്കൻ കറിയായിരുന്നു ഗൈസ്. നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ കറിയും. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത് കണ്ട്. അപ്പോൾ ഞാൻ വേഗം ഓടി പോയി അവൻ്റെ അപ്പുറത്ത് പോയി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞു പോവാണ്. പിന്നെ ഇവരൊക്കെ ദിവ്യാൻ്റിയുടെ കസിൻസ് ഒക്കെയാണ്. അപ്പോൾ അവരോട് എല്ലാവരോടും ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങള് പോവാണ്. ടാറ്റ. അങ്ങോട്ട് വരുന്നില്ലല്ലോ അല്ലേ? വരുന്നോ? നമ്മളിനി എനിക്ക് ഡാൻസിന് പോകാൻ പറ്റുമോന്ന് അറിയില്ല. പറ്റാണെങ്കിൽ ഡാൻസിന് അവിടെ എത്തണം ഗൈസ്. വാട്ട് ഈസ് ദിസ് പൂ? വേണ്ട എടുത്ത് തരാടി പെണ്ണേ. എൻ്റെ അടിപൊളി സ്ഥലം. നല്ല രസമല്ലേ കാണാൻ? സെറ്റ് സ്ഥലം. എന്തിനെ തേടി ഒരു പൂവിൻ മുട്ട് നീ വന്നിരിക്കാമോ? അപ്പോൾ ഗൈസ് ഇപ്പം തന്നെ കേട്ട പാട്ടാണ് ഞാൻ ആ ഇട്ട ഷോർട്സിൽ ഇട്ടിരിക്കുന്നത്. എൻ്റെ ഒരു സ്ലോ മോഷൻ ഷോർട്സിൽ ഇട്ടിരിക്കുന്നത്. അപ്പം അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തപ്പോൾ പാടിയതാണ്. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ. ഇത് മറ്റേ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാടം വരുന്നത്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ഇവിടേക്ക് ഈ ഭാഗത്തേക്ക്. വാങ്ങിട്ട് ഭംഗിണ്ട് ഭംഗിണ്ട്. ക്ലിപ്പ് ആ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് വാങ്ങിട്ട്. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട് നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്. ായിപ്പോയൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പം മമ്മ എന്നെ ഒരു പാടത്തേക്ക് കൊണ്ടുവന്നു. നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. നല്ല രസമുണ്ട്. ഇവിടെ ഫുള്ള് പാടാണ്. ഫുള്ള് പാടുന്ന പണ്ടത്തെ ഒരു ഫീലൊക്കെ എനിക്ക് സിനിമയിലൊക്കെ പണ്ടത്തെ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഡാൻസ് കളിച്ചു മാറും. ഇഷ്ടപ്പെട്ടു. എനിക്കിവിടെ കാലിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നെസ്റ്റോയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് അപ്പൊ ഗൈസ് നമ്മൾ നെസ്റ്റോയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഇപ്പൊ നെസ്റ്റോയിൽ കയറുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് മീൻസ് എങ്ങനെയുണ്ട് നോക്കാം ഫസ്റ്റ് ടൈം. പിന്നെ നെസ്റ്റോയിലേക്ക് വരുന്നത് ഞങ്ങളുടെ പ്ലാനിങ് ഇല്ലാത്ത കാര്യമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഡാൻസ് ഉണ്ട് 4 മണിക്ക്. പക്ഷേ ഈ മമ്മ പാടവും പറമ്പൊക്കെ കാണിച്ച് വന്നപ്പോഴത്തേക്കും എന്തായാലും 4 മണിക്ക് ഡാൻസ് ക്ലാസ്സിൽ എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതുവഴി എന്തായാലും പോകുന്ന വഴിയാണല്ലോ നെസ്റ്റോ, ഇത് വേറെ ഞങ്ങൾ കയറിയിട്ടില്ല. അപ്പോൾ വെറുതെ ഒന്ന് കയറി ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ. അങ്ങനെ ഒന്നും വാങ്ങിക്കാനുള്ള പ്ലാനിങ് ഒന്നുമില്ല. വെറുതെ ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിൽ പോകുമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഗൈസ് നെസ്റ്റോയിൽ പോവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോവാ. നല്ല രസമാണ് ഗൈസ് ഇങ്ങനെ കിടന്ന് നടക്കാൻ അവിടെ. നോക്കട്ടെ രസമുണ്ട്. പോവാ നമുക്ക്. വാ. എന്തൊരു തിരക്കല്ലേ. അച്ചാറ് കൊറേ നാളെ ഇവിടെ ഞണ്ട് 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 വേണ്ട. അപ്പോൾ എന്തായാലും
നെക്സ്റ്റ് ജോലിക്ക് വന്നാൽ എന്തെങ്കിലും ഒന്ന് വാങ്ങാണ്ട് പോകുന്നത് ശരിയാണോ എന്ന് വിചാരിച്ച് ഞാനൊരു പ്രിങ്കിൾസ് എടുത്ത് കയ്യിൽ പിടിച്ചായിരുന്നു, ഏറ്റവും അടിയിലത്തെ നിലയിന്ന്. അപ്പം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ബില്ലിടുന്ന വരി കണ്ടപ്പോൾ എനിക്ക് പിന്നെ അത് മാത്രമല്ല നല്ല വലിയ വരിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ പ്രിങ്കിൾസ് അങ്ങനെ തന്നെ അവിടെ വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി നേരെ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.